ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് തന്റെ ഇടമുള്ളവനാകണം, തലയെടുപ്പുള്ളവനാകണം. അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ട് വാലും ചുരുട്ടി കിട്ടുന്നതെല്ലാം മേടിച്ച് നാണം കെട്ട് തിരിച്ചു പോരുന്നവനാകരുത്. അങ്ങനെ തന്റെ ഇടമുള്ള നേതാക്കളെയാണ് ലോകം ആദരിക്കുന്നത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ എങ്ങനെയാണ് കരുത്തുറ്റ ലോക നേതാക്കൾ എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ട്രംപ് വിളിച്ചു പറയുന്ന നുണയെ ട്രംപിന്റെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് മക്രോൺ തിരുത്തുന്നതും. മോദി വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ സ്വീകരിക്കാനായി ട്രംപ് പറഞ്ഞയച്ചത് വെറും ഒരു പ്യൂണിനെയാണ്. എന്നാൽ കരുത്തരായ നേതാക്കളെ ട്രംപ് നേരിട്ട് വാതിൽക്കെത്തിയാണ് സ്വീകരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോഴുള്ള ട്രംപിന്റെ സ്വീകരണം കണ്ടുകൊള്ളൂ. ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പ്രധാന ആളുകളെല്ലാം ട്രംപിനോടൊപ്പം മക്രോണിനെ സ്വീകരിക്കാനായി വൈറ്റ് ഹൗസിന്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. മക്രോൺ കടന്നു വരുന്നത് അറിഞ്ഞ് ട്രംപ് വൈറ്റ് ഹൗസിന്റെ മുൻപിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനായി പോവുകയാണ്. ഇവിടെ വാതിൽക്കൽ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വരവിനായി ട്രംപ് കാത്തു നിൽക്കുന്നു. ഇതാ അദ്ദേഹത്തിന്റെ വണ്ടി ഇവിടെ കടന്നു വരികയാണ്. വണ്ടി വന്നു നിർത്തുന്നു, ഗാർഡ് വാതിൽ തുറന്നു കൊടുക്കുന്നു, മക്രോൺ പുറത്തേക്ക് ഇറങ്ങുന്നു. ട്രംപ് ഹസ്തദാനം ചെയ്ത് തോളിൽ തട്ടി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അതുപോലെ ഇതേ വീഡിയോയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. പുറത്തിറങ്ങിയ ശേഷം ട്രംപും മക്രോണും ചേർന്ന് ഏതാണ്ട് 1 മിനിറ്റോളം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുകയാണ്. എന്നാൽ മോദി വന്നിറങ്ങിയപ്പോൾ ഫോട്ടോ എടുക്കാനോ പത്രലേഖകർക്ക് ചോദ്യം ചോദിക്കാനോ ഉള്ള അവസരം ഉണ്ടാക്കാതെ ആ പെണ്ണ് വേഗം വിളിച്ച് ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മോദി വന്നപ്പോൾ സ്വീകരിച്ചത് ഇവിടെ വലതുവശത്ത് നീല നിറത്തിലുള്ള വസ്ത്രവും ധരിച്ച് ഒരു പേപ്പറും പേനയും പിടിച്ചു നിൽക്കുന്ന വൈറ്റ് ഹൗസിലെ വെറും ഒരു സ്റ്റാഫാണ്. എത്ര ബഹുമാനത്തോടെയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പ്രമുഖരായ ആളുകളും മക്രോണിനെ സ്വീകരിക്കുന്നത് എന്ന് കണ്ടുകൊള്ളൂ. ഇത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ. ട്രംപ് മക്രോണിന്റെ തോളിൽ പിടിച്ച് ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കൊടുക്കുകയും മാക്രോൺ അവരുമായി വളരെ നീണ്ട കുശല സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഹൗസിന്റെ സന്ദർശന ബുക്കിൽ മക്രോൺ ഒപ്പിടുമ്പോൾ അദ്ദേഹത്തിന്റെ തോളോട് ചേർന്ന് നിന്ന് കുശലം പറയുകയാണ് ട്രംപ്. ഈ വീഡിയോ വൈറ്റ് ഹൗസ് തന്നെ പങ്കുവച്ചതാണ്. ഇനി വ്യത്യാസം അറിയണമെങ്കിൽ മോദിയെ വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്ന രംഗം കണ്ടാൽ മതി. ഇവിടെ മോദി വൈറ്റ് ഹൗസിന്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മോദിയെ സ്വീകരിക്കാനായി എത്തുന്ന വെളുത്ത വസ്ത്രം ധരിച്ച ഈ സ്ത്രീയാണ് മക്രോൺ വൈറ്റ് ഹൗസിൽ കടന്നു വന്നപ്പോൾ നീല ഉടുപ്പുമിട്ട് ഒരു പേപ്പറും പേനയും പിടിച്ചു നിന്ന ആൾ. അതായത് വിശുഗുരു എന്ന് മന്ദഭക്തർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മോദി എത്തിയപ്പോൾ വെറും ഒരു പ്യൂണിനെയാണ് വൈറ്റ് ഹൗസിലേക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി ട്രംപ് നിയോഗിച്ചത്. എന്നാൽ മക്രോൺ വന്നപ്പോൾ ട്രംപ് നേരിട്ട് പുറത്തിറങ്ങി വന്ന് അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. മോദിയെ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ മോദി തന്നെ പങ്കുവച്ചതാണ് ഇത്. അതിൽ വൈറ്റ് ഹൗസിലെ സുന്ദരിയായ പ്യൂൺ മോദിയെ ആനയിച്ചുകൊണ്ട് പോകുന്നത് സ്ലോ മോഷനിൽ കാണിച്ച് ഏതാണ്ട് വലിയ സംഭവമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. തേങ്ങ എത്ര ചേർത്താലും താള് തന്നെയല്ലേ കറി എന്ന് പറഞ്ഞതുപോലെ എത്ര സ്ലോ മോഷനിൽ കാണിച്ചാലും വെറും ഒരു പ്യൂണാണ് വൈറ്റ് ഹൗസിന്റെ മുൻപിൽ മോദിയെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ എത്ര വലിയ അപമാനമാണ് എന്ന് ഓർത്തു നോക്കണം. മക്രോണിനെ മാത്രമല്ല, ചെറിയ രാജ്യങ്ങളായ ജോർദാന്റെ രാജാവ് അബ്ദുള്ളയും ജപ്പാന്റെ പ്രധാനമന്ത്രിയും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയും വന്നപ്പോൾ ട്രംപ് നേരിട്ട് വാതിൽക്കൽ വന്നാണ് അവരെ സ്വീകരിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടുകൊള്ളൂ. ഇത് ജോർദാന്റെ രാജാവ് വൈറ്റ് ഹൗസിൽ വരുമ്പോൾ ട്രംപ് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ്.
ഇത് ജപ്പാൻ പ്രധാനമന്ത്രിയെ ട്രംപ് വൈറ്റ് ഹൗസിന്റെ വാതിൽക്കലെത്തി സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ. അടുത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ, മോദിയെ മാത്രമാണ് ട്രംപ് ഇതുപോലെ പുല്ലുവില കൊടുത്ത് മാനം കെടുത്തിയത് എന്ന്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ട്രംപിന്റെ സോഷ്യൽ മീഡിയയിലൂടെയും വൈറ്റ് ഹൗസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും മക്രോണിന്റെ ഈ വിസിറ്റിനെ കുറിച്ച് അവർ സ്വന്തമായി ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പങ്കുവയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് പങ്കുവച്ചില്ല എന്നുള്ളതും മോദിയെ അപമാനിച്ചതിന്റെ മറ്റൊരു വലിയ തെളിവാണ്. ഈ വീഡിയോയിൽ ട്രംപ് പറയുന്നത്, വൈറ്റ് ഹൗസിലേക്ക് പ്രസിഡന്റ് മക്രോണിനെ വീണ്ടും ക്ഷണിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഫ്രാൻസുമായിട്ടുള്ള ബന്ധം വളരെ സ്പെഷ്യലാണ്. അത് വളരെ കാലത്തേക്ക് ഇതേപോലെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ കാത്തിരിക്കുകയാണ്. ഫ്രാൻസ് അമേരിക്കയുടെ ഏറ്റവും ആദ്യത്തെ സഖ്യകക്ഷിയാണ്. ഞങ്ങളുടെ വിലമതിക്കാനാവാത്ത പാർട്ട്ണർഷിപ്പ് സ്വാതന്ത്ര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും തുടക്കം മുതലേ തന്നെയുള്ള വലിയ ശക്തിയാണ്. ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിലുള്ള ഞങ്ങളുടെ ഭാവി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഫ്രാൻസിന്റെ പിന്തുണ ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഇവിടെ മക്രോൺ പറയുന്നത്, ഞങ്ങളുടെ പൊതുവായ ലക്ഷ്യം സമാധാനം, ഒരു ശക്തമായ നീണ്ടു നിൽക്കുന്ന സമാധാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ അമേരിക്കയും ഫ്രാൻസും ഒരേ മനസ്സാണ്, ശരിയുടെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു വീഡിയോ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് പുറത്തു വിട്ടിട്ടേയില്ല എന്ന് ഓർക്കണം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ പറഞ്ഞതല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ ട്വിറ്ററിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണിക്കാം. ഇത് ട്രംപിന്റെ ട്വിറ്ററാണ്. ഇതിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് തന്നെ മക്രോണിനെ സ്വീകരിച്ചതിനെ കുറിച്ചുള്ള ട്രംപിന്റെ ഒരു നീണ്ട ട്വീറ്റ് ആണ്. അടുത്തത് മക്രോണിനെ ട്രംപ് സ്വീകരിക്കുന്ന വീഡിയോ വൈറ്റ് ഹൗസ് ഷെയർ ചെയ്തത് ട്രംപും ഷെയർ ചെയ്തിരിക്കുന്നതാണ്. പിന്നീട് താഴോട്ട് പോകാം. മോദിയുടെ സന്ദർശന ദിവസം വരെ ഫെബ്രുവരി 13-നാണ് മോദി ട്രംപിനെ സന്ദർശിച്ചത്. എന്നാൽ ഫെബ്രുവരി 17-ാം തീയതിയുള്ള ഈ കാണുന്ന പോസ്റ്റിന് ശേഷം പിന്നീടുള്ളത് ഫെബ്രുവരി 11-ന് ചെയ്ത ഒരു പോസ്റ്റാണ്. അതായത് മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഒന്നും ട്രംപ് സ്വന്തം ട്വിറ്ററിൽ പങ്കുവച്ചില്ല എന്ന് വ്യക്തമായല്ലോ. ഇനിയുള്ള 2 വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഇവിടെ ട്രംപ് പറയുന്നതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടെ തിരുത്തുകയാണ് മക്രോൺ. ആദ്യത്തേത് യുക്രൈന് നൽകിയ സഹായത്തെക്കുറിച്ചുള്ളതാണ്. No, in fact, to be frank, we paid 60% of the total effort, and it was through, like the US, loans, guarantee, grants, and we provided real money. To be clear. ഇവിടെ ട്രംപ് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പ് യുക്രൈന് പണം കടമായി നൽകിയതാണ്, അവർക്ക് അവരുടെ പണം യുക്രൈനിൽ നിന്നും തിരിച്ചു ലഭിക്കും. അപ്പോൾ ട്രംപിനെ തട്ടിക്കൊണ്ട് മക്രോൺ പറയുന്നത്, നോ, അങ്ങനെയല്ല. തുറന്നു പറയുകയാണെങ്കിൽ യുക്രൈനിന് നൽകിയ പണത്തിൽ 60% ഞങ്ങളാണ് നൽകിയത്. ഞങ്ങൾ നൽകിയത് സഹായമാണ്, അല്ലാതെ കടമായി നൽകിയതല്ല. അത് ഞാൻ വ്യക്തമായി പറയുകയാണ്. ഇങ്ങനെ വ്യക്തമായി ട്രംപിന്റെ മുഖത്തടിച്ച് പറയുമ്പോൾ ട്രംപിന്റെ മുഖം വളിക്കുന്നത് കാണേണ്ടത് തന്നെയാണ്. ട്രംപ് പറഞ്ഞത് യൂറോപ്പ് നൽകിയ പണം കടമായിട്ടാണ്, അവർക്ക് അത് തിരിച്ചു നൽകും എന്നാണ്. എന്നാൽ മക്രോൺ അത് തിരുത്തി പറയുകയാണ്, ഞങ്ങൾ കടമായി നൽകിയതല്ല, മറിച്ച് യുക്രൈന് സഹായം നൽകിയതാണ്, അത് തിരിച്ചു നൽകേണ്ട പണമല്ല എന്ന്. ഇനി അടുത്തത് അതിലും ശക്തമായ വാക്കുകളാണ്. ഇവിടെ ഒരു ലേഖിക മക്രോണോട് ചോദിക്കുകയാണ്, I support the idea to have Ukraine first being compensated because they are the one to have lose a lot of their fellow citizens and being destroyed by these attacks. Second, all of those who paid for could be compensated, but not by Ukraine, by Russia, because they were the one to aggress. യുക്രൈൻ അമേരിക്കയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതിനെ ഫ്രാൻസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് അതിന് നൽകിയ മറുപടി, ഞാൻ പിന്തുണയ്ക്കുന്നത് ആദ്യം യുക്രൈന് നഷ്ടപരിഹാരം നൽകുന്നതിനെയാണ്. കാരണം അവരുടെ വളരെയധികം ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അവർക്ക് വളരെയേറെ നാശനഷ്ടം ഉണ്ടായി. അതിനുശേഷം ഇതിൽ യുക്രൈനെ സഹായിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകണം. അത് നൽകേണ്ടത് യുക്രൈൻ അല്ല, മറിച്ച് റഷ്യയാണ്. കാരണം ഈ യുദ്ധം അവരാണ് ആരംഭിച്ചത്. ഓർക്കണം, ട്രംപ് യുക്രൈനോട് അവർക്ക് അമേരിക്ക നൽകിയ എയ്ഡിന്റെ പണം തിരിച്ചു നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഫ്രാൻസ് ഉൾപ്പെടുന്ന
യൂറോപ്പിന്റെ നിലപാട് ഈ യുദ്ധത്തിലുണ്ടായ എല്ലാ നഷ്ടത്തിനും നഷ്ടപരിഹാരം നൽകേണ്ടത് റഷ്യയാണെന്നാണ്. അതുപോലെ യൂറോപ്പ് യുക്രൈന് നൽകിയ പണം സഹായമായിട്ട് നൽകിയതാണ്, മറിച്ച് കടമായിട്ടല്ല, അത് തിരിച്ചു നൽകേണ്ടതില്ല എന്നും വളരെ ശക്തമായ നിലപാട് എടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ട്രംപിന്റെ വളിച്ച മുഖം കാണേണ്ടത് തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ മറ്റ് രാജ്യത്തെ ഭരണാധികാരികൾ ഒന്നും തയ്യാറല്ല എന്നും അവരുടെ ശക്തമായ നിലപാടുകൾ ട്രംപിന്റെ മുഖത്ത് നോക്കി വ്യക്തമായി ശക്തമായി പറയുവാനുള്ള കരുത്ത് അവർക്കുണ്ട് എന്നുമാണ്. എന്നാൽ നമ്മുടെ ലോകോത്തര ഗുരു അമേരിക്കയിൽ ചെന്ന് ട്രംപിൽ നിന്ന് അതിനിന്ദ്യമായ അപമാനം ഏൽക്കുക മാത്രമല്ല, രാജ്യത്തിന് വളരെ ദോഷകരമായ വളരെയേറെ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുഖത്തടിച്ച് മോദിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ആരാണ് വിശ്വഗുരു എന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ അല്ലേ? ഇന്ത്യയുടെ ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ.